Next is an important idea that is equation of continuity. So equation of continuity is nothing but the conservation principle itself. We know the total charge is conserved. Charge cannot be created or destroyed. Total charge is conserved. So അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലേഷനാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സിൻ്റെ കോണ്ടസ്റ്റിൽ നമ്മൾ ചാർജ് കൺസർവേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പല ടോപ്പിക്കുകളിൽ വരും. ഫോർ എക്സാമ്പിൾ ക്വാണ്ടം മെക്കാനിക്സിൽ വരും. ക്വാണ്ടം മെക്കാനിക്സിൽ അവിടെ ടോട്ടൽ പ്രോബബിലിറ്റി കൺസർവ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എല്ലാ കാര്യങ്ങളിലും കൺസർവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സിമിലർ ആണ്. പക്ഷേ ഈ കോണ്ടസ്റ്റിൽ നമ്മൾ ചാർജിൻ്റെ കൺസർവേഷനാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഇക്വേഷൻ ഇലക്ട്രോഡൈനാമിക്സിൽ മാത്രമല്ല, ക്വാണ്ടം മെക്കാനിക്സിൽ, ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ അതുപോലെ കൺസർവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. സോ കൺസിഡർ എ ക്ലോസ്ഡ് സർഫസ് എസ് വിത്ത് ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്. അതിൽ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഈ ഇനീഷ്യലി ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി കുറച്ച് എമൗണ്ട് ഓഫ് ചാർജ് ഇതിൻ്റെ സർഫസിൽ കൂടെ പോവുകയാണ്. സർഫസ് എസ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വോളിയം വി. അപ്പോൾ ഈ വോളിയത്തിൽ നിന്ന്, ഇതിൻ്റെ ബൗണ്ടറിയാണ് എസ്, ഈ വോളിയത്തിൽ നിന്ന് കുറച്ച് ചാർജ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? ക്യൂവിൻ്റെ എമൗണ്ട് കുറയും അല്ലേ? ക്യൂ വേരീസ് വിത്ത് ടൈം. അപ്പോൾ ഇനി ഈ ക്യൂ സർഫസിൽ കൂടെ പോവുകയാണെങ്കിൽ എന്തുണ്ട്? ക്യൂവിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. നമ്മൾ കറണ്ട് ഡിഫൈൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അപ്പോൾ ക്യൂ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒരു കറണ്ട് ഉണ്ടാവും. അതിനനുസരിച്ച് കറണ്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൺസർവേഷൻ ലോ അനുസരിച്ചിട്ട് അറിയാം ഇതിൻ്റെ ഉള്ളിലെ ചാർജ് കുറയും. സോ വി ക്യാൻ ഡിഫൈൻ കറണ്ട് I dq by dt. I is equal to dq by dt. That is equation 1. Now we can also express this current in terms of volume current density. നമ്മൾ നേരത്തെ വോളിയം കറണ്ട് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്തായിരുന്നു. ജെ ആണ് ഇതിൻ്റെ വോളിയം കറണ്ട് ഡെൻസിറ്റി എന്ന് വിചാരിക്കുക. ഇതുവഴി പോകുന്ന കറണ്ട് ജെ ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു പാച്ച് കൺസിഡർ ചെയ്യാം. ഒരു സ്മോൾ ഏരിയ. ആ ഒരു ഏരിയ വഴി, അല്ലെങ്കിൽ ജെ ആണ് ഇതിൻ്റെ കറണ്ട് ഡെൻസിറ്റി. ദെൻ ഇതിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ, നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഔട്ട്വേർഡ് നോർമലാണ് എയുടെ ഡയറക്ഷൻ ആയിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്വേർഡ് നോർമൽ എന്ന് വിചാരിക്കുക, ഡി എ. സോ ദിസ് കറണ്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, otherwise I'll define. We define volume current density as current flowing per unit area perpendicular to the flow. That is dI by dA perpendicular. J is dI by dA perpendicular. So I can write di is equal to J times dA perpendicular. This I am going to express in terms of vector. This is J dot dA. എങ്ങനെയാണ് J dA perpendicular J dot dA എന്ന് എഴുതാൻ പറ്റുന്നത്? എന്താണ് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ മീനിങ്? A dot B എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? We are taking the component of A along the direction of B. അല്ലെങ്കിൽ നേരെ തിരിച്ച്, we are taking the component of B along the direction of A. അപ്പോൾ ജെ ഡോട്ട് ഡി എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുന്നത്? വോളിയം കറണ്ട് ഡെൻസിറ്റി. ചിലപ്പോൾ ചാർജ് അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ഈ ഡയറക്ഷനിൽ ഇങ്ങനെയായിരിക്കും. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത് ഈ ഏരിയ വെക്ടറായിട്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ്. ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന, നോർമലായിട്ട് വരുന്ന ഡയറക്ഷനാണ് ഏരിയയുടെ ഡയറക്ഷൻ. അപ്പോൾ ജെ ഡോട്ട് ഡി എ എന്ന് എടുത്താൽ നമ്മൾ ഈ വെക്ടർ ജെയുടെ എയുടെ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് എടുക്കുകയാണ്. അതല്ലെങ്കിൽ ഡി എ പെർപെൻഡിക്കുലറാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഡി എയുടെ കമ്പോണൻറ്റ് ജെയുടെ ഡയറക്ഷനിൽ എടുക്കുകയാണ്. രണ്ട് രീതിയിലും, എ ഡോട്ട് ബിയും ഈക്വൽ ടു ബി ഡോട്ട് എ ആയതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിലും പറയാം. അപ്പോൾ ജെ ഡോട്ട് ഡി എ എന്ന് പറഞ്ഞാൽ ജെ ടൈംസ് ബി ഡി എ പെർപെൻഡിക്കുലർ. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ജെ പെർപെൻഡിക്കുലർ ഇൻറ്റു ഡി എ എന്ന് എഴുതാം. രണ്ട് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെഫിനേഷൻ വരുന്നത് എങ്ങനെയാണ്? ഡി എ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിനെ ഞാൻ വെക്ടർ നൊട്ടേഷനിൽ ജെ ഡോട്ട് ഡി എന്ന് എഴുതി. നൗ ഐ എം ഗോയിങ് ടു എക്സ്പ്രസ് ദിസ് കറണ്ട്. എന്തായിരുന്നു ഈ കറണ്ട്? ഈ പുറത്തേക്ക് പോകുന്ന ഈ സർഫസിൽ, എല്ലാ സർഫസിൽ കൂടെയും പുറത്തേക്ക് പോകുന്ന കറണ്ടിൻ്റെ എമൗണ്ട് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു ജെ ഡോട്ട് ഡി എ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിസിമൽ ഏരിയയിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ എമൗണ്ട് ആണ്, ഡി ഐ ആണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ഐ ഓവർ ദി എൻറ്റയർ സർഫസ്. അപ്പോൾ ക്ലോസ്ഡ് സർഫസിൽ ആണ് അവിടെ വരുന്ന ടോട്ടൽ കറണ്ടാണ് ഐ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഐ ഡി ഐ ഈസ് ജെ ഡോട്ട് ഡി എ. സോ ദിസ് ഈസ് ഇക്വേഷൻ 2. Now what is the meaning of surface integral J dot dA? J dot dA is the flux of J
ത്രൂ എസ് ഇതിൻ്റെ പുറത്ത് കൂടെ ഈ സർഫസിൽ കൂടെ പോകുന്ന പുറത്തേക്ക് പോകുന്ന അതിൻ്റെ എമൗണ്ടാണ് ഫ്ലക്സ്. അതാണ് ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എപ്പോഴും സർഫസ് ഇൻ്റഗ്രലിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ജെ ഡോട്ട് ഡി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഫ്ലക്സ് എന്നാണ്. അപ്പോൾ ഈ കറണ്ട് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു എമൗണ്ടാണ്. നമുക്കതിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ക്ലോസ്ഡ് സർഫസിനേക്കാൾ ജെ ഡോട്ട് ഡി എ. ഈ സർഫസിൽ കൂടെ ടോട്ടലി പുറത്തു പോകുന്ന ചാർജിൻ്റെ എമൗണ്ടാണ് ഈ ഇക്വേഷൻ 2 തരുന്നത്, ജെ ഡോട്ട് ഡി എ ഫ്ലക്സ് തരുന്നത്. നൗ ഇതിൻ്റെ ഉള്ളിലെ വോളിയം ചാർജ് ഡെൻസിറ്റിനെ ഞാൻ റോ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ചാർജ് ക്യൂ, ഇവിടെയുള്ള ടോട്ടൽ ചാർജ് ക്യൂ, വോളിയം ചാർജ് ഡെൻസിറ്റി റോ ആണെങ്കിൽ ടോട്ടൽ വോളിയം വി ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ചാർജ് ഈസ് ഇൻ്റഗ്രൽ റോ ഡി വി അല്ലേ. വോളിയം ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ വോളിയത്തിലെ ടോട്ടൽ ചാർജ് തരും. ഇനി അത് നമുക്ക് വേണ്ടത് ഇത് എൻ്റയർ വോളിയത്തിലാണ്. സോ ഇൻ്റഗ്രേറ്റ് ദാറ്റ് വോളിയം ചാർജ് ഡെൻസിറ്റി. So this is equation 3. Now from 1 and 2, so if I substitute equation 2 and 3 in 1, 2 and 3 in 1, we get എന്താണ്? current equal to dq by dt. കറണ്ടിന് ഞാൻ ഇക്വേഷൻ 2 ഉപയോഗിക്കുകയാണ്. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എ is equal to d by dt of Q എന്താണ്? Q is given by equation 3. വോളിയം ഇൻ്റഗ്രൽ റോ ഡി വി. ഓക്കെ. Now I am intentionally putting a negative sign. Why? Because ഇവിടെ കറണ്ട് ഒരു ഔട്ട്വേർഡ് ഫ്ലോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കറണ്ടിന് എന്താ പറ്റുന്നത്? ഇവിടെ മൈനസ് ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഇതിൻ്റെ ഈ വോളിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഔട്ട്വേർഡ് ഫ്ലക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാർജസ് പുറത്ത് പോവുകയാണെങ്കിൽ, കറണ്ട് പുറത്തേക്ക് ഒരു കറണ്ട് ഉണ്ടെങ്കിൽ അതിനുള്ളിലെ ചാർജ് കുറയാണ് ചെയ്യുക. ആ കുറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇൻറ്റൻഷനലി ഒരു നെഗറ്റീവ് സൈൻ ഇടാണ്. So this negative sign reflects the fact that outward flow decreases the charge left within the volume. Okay. Now use the divergence theorem. Using left hand side divergence theorem ഉപയോഗിക്കുകയാണ്. എന്തായിരുന്നു ഡൈവർജൻസ് തിയറം? ഡൈവർജൻസ് തിയറം ഒരു സർഫസ് ഇൻ്റഗ്രലും വോളിയം ഇൻ്റഗ്രലും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സർഫസ് ഇൻ്റഗ്രലാണ്, അതിന് ഞാനൊരു വോളിയം ഇൻ്റഗ്രലാക്കാണ്. ഡെൽ ഡോട്ട് ജെ ഡി വി. എന്തായിരുന്നു ഡൈവർജൻസ് തിയറം? വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ജെ ഡി വി ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി എ. അപ്പോൾ ഇത്തരം കൺവേർഷൻസ്, ഡൈവർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് നമ്മൾ വോളിയം, സർഫസ്, ലൈൻ ഇൻ്റഗ്രൽ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇലക്ട്രോഡൈനാമിക്സിൽ മാറ്റണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് സ്റ്റോക്സ് തിയറവും ഡൈവർജൻസ് തിയറം. ഇപ്പോഴും നമുക്ക് കൺവീനിയൻസിനനുസരിച്ച് സ്യൂട്ടബിൾ മാത്തമാറ്റിക്കൽ ഫോം കിട്ടാനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഡൈവർജൻസ് തിയറം ഉപയോഗിച്ച് നമ്മൾ സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലായിട്ട് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു minus dou by dou t of volume integral rho dv. This is equal to minus volume integral dou by dou t of rho dv. ഞാനിവിടെ ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ഇൻ്റർചേഞ്ച് ചെയ്യാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? ജനറലി അത് പോസിബിൾ അല്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ഈസ് ഓവർ ദിസ് വോളിയം. ഒരു വോളിയത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സ് വൈ സെഡ് സ്പേസ് കോർഡിനേറ്റ്സ് ആണ് മാറുന്നത്. ഒരു വോളിയത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ് വരുന്നത്. ഇനി ഇവിടെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അതുകൊണ്ടാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഡോ ബൈ ഡോ എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് സ്പേസ് വേരിയബിൾസ് ആണ്, അത് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ ഡിഫറൻസിയേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് അല്ലെങ്കിൽ സ്പേസ്. സോ വി ക്യാൻ ഇൻ്റർചേഞ്ച് ദീസ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഡെറിവേഷൻ. എന്തിനാണ് ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത്? നമുക്ക് രണ്ടും ഒരേ ടൈമിൽ കൊണ്ടുവരാനാണ്. ലെഫ്റ്റിൽ നമുക്ക് വോളിയം ഇൻ്റഗ്രലാണ്, റൈറ്റിലും വോളിയം ഇൻ്റഗ്രലാണ്. സോ ഈ രണ്ട് ടൈമിനും കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഇൻ്റഗ്രാൻഡിനെ കമ്പൈൻ ചെയ്യുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ. ഇവിടെ എന്തുണ്ട്? ഡെൽ ഡോട്ട് ജെ ഉണ്ട്. ഡെൽ ഡോട്ട് ജെ ഈ ടൈം ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി വി ഈക്വൽ ടു 0. രണ്ട് വോളിയം ഇൻ്റഗ്രലാണ്. രണ്ട് വോളിയം ഇൻ്റഗ്രലിലും കമ്പൈൻ ചെയ്ത് ടോട്ടൽ ഇൻ്റഗ്രൽ എഴുതി. ഇനി ഇത് നോക്കുക. ഈ വോളിയം എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? എനി ആർബിട്രറി വോളിയം, ഏത് വോളിയം ആയിക്കോട്ടെ. ഇത് നമ്മൾ ഈ പറഞ്ഞത് വോളിയം ഒന്നും ഞാൻ മാറ്റിക്കൊണ്ടത് ഈ ഡെറിവേഷൻസ് ഒന്നും മാറാൻ പോകുന്നില്ല. സോ ദിസ് വി ഈസ് ആർബിട്രറി. ഏത് വോളിയത്തിനെടുത്താലും ഇത് വാലിഡ് ആണ്. സോ ഏത് വോളിയത്തിനെടുത്താലും ഈ ഇൻ്റഗ്രേഷൻ 0 ആണെങ്കിൽ ദ ഓൺലി പോസിബിലിറ്റി ഈസ് ദ ഇൻ്റഗ്രാൻഡ് മസ്റ്റ് ബി 0.
അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കേസിന് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ വോളിയത്തിലും ചിലപ്പോൾ ഇത് 0 ആയിരുന്നിരിക്കും. പക്ഷേ എല്ലാ വോളിയത്തിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് വോളിയത്തിനും ഈ ഇക്വേഷൻ വാലിഡ് ആണെങ്കിൽ അതിനർത്ഥം ഈ ഇൻ്റഗ്രാൻഡ് 0 ആണെന്നാണ്. ദാറ്റ് മീൻസ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0, or I can write del dot j is equal to minus dou rho by dou t. So this is the differential form of continuity equation. ഇപ്പോൾ ടോട്ടൽ ചാർജ് കൺസർവ്ഡ് എന്നുള്ളതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനാണത്. എന്താണ് ഇത്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിത് അനലൈസ് ചെയ്ത് തന്നെ കാണാം. എന്താണ് ഡൈവർജൻസിൻ്റെ ജോമെട്രിക്കൽ മീനിങ്? ഡൈവർജൻസ് പോസിറ്റീവാണ്. ഡെൽ ഡോട്ട് ജെ പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ അതൊരു ഡൈവർജിങ് ആണ്, ആ പോയിന്റിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പോസിറ്റീവ് ഒരു ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ, പ്ലസ് ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡൈവേർജ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ജെ കറണ്ട് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ ഒന്ന് കറണ്ട് പോവാണ്, പുറത്തേക്ക് പോവാണ്. ഒരു കറണ്ട് ഡെൻസിറ്റി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ എമൗണ്ട് എത്ര ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്, എമൗണ്ട് എത്രയായിരിക്കും? മൈനസ് ഡോ റോ ബൈ ഡോ ടി. എന്താണ്? മൈനസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റോ അല്ലെങ്കിൽ ഡിക്രീസ് ഓഫ് റോ. കറണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ റോ എന്ത് ചെയ്യും? റോ കുറയും അല്ലേ? കറണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുകയാണെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജാണ്. ചാർജസ് ഈ വോളിയത്തിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഈ വോളിയത്തിലുള്ള ചാർജിൻ്റെ എമൗണ്ട് കുറയും. അതല്ലെങ്കിൽ ടോട്ടൽ ചാർജ് കൺസർവ്ഡ് ആണ്. അതല്ലെങ്കിൽ ഈ എമൗണ്ട് കുറയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇതിൽ നിന്ന് പോയിട്ടും ഇവിടെ കുറയുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ദിസ് ഈസ് ക്രിയേറ്റിംഗ്, ചാർജ് ഈസ് ക്രിയേറ്റിംഗ് ഹിയർ. സോ ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി കൺസർവേഷൻ ലോ. ചാർജ് കാനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. സോ ഇവിടെ നിന്ന് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചാർജ് ഇവിടെ കുറയുന്നുള്ളതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അത് കൺസർവേഷൻ ഓഫ് ചാർജ് തന്നെയാണ്. സോ ടോട്ടൽ ചാർജ് ഈസ് കൺസർവ്ഡ് എന്നുള്ളതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലേഷനാണ് ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഫോർ കൺസിഡർ സ്റ്റഡി കറണ്ട്. സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഈക്വൽ എമൗണ്ട് ഈക്വൽ ടൈമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റഡി കറണ്ട് ആണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് 0 ആയിരിക്കും. ഒരു യൂണിഫോം ഫ്ലോയിലായിരിക്കും അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോളിയം ചാർജ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഡോ റോ ബൈ ഡോ ടി 0. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0. ഡൈവർജൻസ് 0 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് കിർച്ചോഫ് കറണ്ട് ലോ. കിർച്ചോഫ് കറണ്ട് ലോ കിർച്ചോഫ് കറണ്ട് ലോ എന്താണ്? ഓൾജിബ്രിക് സം ഓഫ് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ഒരു ജംഗ്ഷനിൽ കുറേ കറണ്ടുകൾ വരുന്നുണ്ട്, കുറേ കറണ്ടുകൾ പോകുന്നുണ്ട്. ഇത് വരികയാണ്, ഇത് I1, I2, I3, I4, I5. ഈ ജംഗ്ഷനിൽ, ഈ ഒരു ജംഗ്ഷനിൽ I1ഉം I2ഉം I3ഉം ഇതിലോട്ട് വരികയാണ്, I4ഉം I5ഉം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനർത്ഥം ഇവിടെ വരുന്ന ടോട്ടൽ കറണ്ട് ഈ രണ്ട് പാത്തിൽ കൂടെ പോയിരിക്കണം. സം ഓഫ് I ഈസ് ഈക്വൽ ടു 0. അതായത് I1 പ്ലസ് I2 പ്ലസ് I3 ഇത് രണ്ട് പുറത്തേക്ക് പോവാണ്, മൈനസ് I4 മൈനസ് I5 ഈക്വൽ ടു 0. അതല്ലെങ്കിൽ ഇത്രയും ചാനലിൽ കൂടെ വന്ന കറണ്ട് ഇത്രയും ചാനലിൽ കൂടെ പോയിരിക്കണം. അതാണ് കിർച്ചോഫ് ലോ പറയുന്നത്. അതല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് പോകുന്നു, ഇത് ഈക്വൽ അല്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒന്നുകിൽ ചാർജസ് വന്ന് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ ഇവിടുന്ന് അഡീഷണൽ ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൺസർവേഷൻ ലോയ്ക്ക് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്, ലീനിയർ കേസിൽ വരുന്ന ഒരു സ്പെഷ്യൽ കേസാണ്, സ്റ്റഡി കറണ്ടിൽ വരുന്ന ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ മോസ്റ്റ് ജനറൽ കേസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ